ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംഭവം ഐസർ നല്ല കോൺസെപ്റ്റ് അറിയണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. കോൺസെപ്റ്റ് അറിയണ കുട്ടിക്ക് അടിച്ചു പൊളിച്ചിട്ട് എഴുതിയിട്ട് വരാം. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നത് വായിക്കാം ആദ്യം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സിസ്റ്റം ആദ്യം വരയ്ക്കാം. ഇതാണ് നമ്മുടെ സിസ്റ്റം. നോക്കുക, ഒരു സ്പ്രിങ് ഉണ്ട്, അതിന്റെ ബോക്സ് അതേ രണ്ട് സെയിം മാസം അതേ മാസത്തിലുള്ള ഒരു സ്പിയർ. അപ്പൊ അവര് പറയണ ആദ്യം ഒരു എൽ ലെങ്ത് കൊണ്ട് നീക്കി സ്പ്രിങ്, ഇങ്ങോട്ട് നെഗറ്റീവ് എടുക്കുക, അങ്ങോട്ട് പോസിറ്റീവ് എടുക്കുക. അതൊക്കെ ഇപ്പോൾ എടുക്കട്ടെ, നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് സാധനം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എൽ ലെങ്ത്, എന്നിട്ട് നോക്കുക സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ½ k x² ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നീക്കിയ തീരാണ് ദൂരം. ഇതാണ് ഇവിടുത്തെ എക്സ് കിട്ടുക, മാറണ്ട. L=x. ഇത്ര ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതേ വെലോസിറ്റിയിലാണ് ഇത് കംപ്രസ് ആയില്ലോ. അപ്പൊ ഇതേ വെലോസിറ്റിയിൽ തന്നെ തിരിച്ചങ്ങോട്ട് പോകും. അതാണ് അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതൊക്കെ നമുക്ക് അറിയണതാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ m/d പോയി kx²/m. ഇത്ര വേണ്ടു. നോക്കുക സാധനം ഇത് ഇത്ര ലെങ്ത് ഇത്ര നീക്കി കഴിഞ്ഞാൽ ഇത്ര വെലോസിറ്റിയിൽ തിരിച്ചു വരും. ഇതേ വെലോസിറ്റിയിൽ വന്ന് ഇതിന് ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെ മാസ് സെയിം ആണ്. അപ്പൊ ഇത് അതേ വെലോസിറ്റിയിൽ തന്നെ പോകും. എല്ലാ കൊളീഷനും ഇലാസ്റ്റിക് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പോയി ഇടിച്ചിട്ട് തിരിച്ചു വരും അതേ ഇതിൽ തന്നെ, സ്പീഡിൽ തന്നെ. അത് തിരിച്ച് ഇതിൽ വന്ന് ഇടിക്കും, ഇത് വീണ്ടും ഇങ്ങോട്ട് ചുങ്ങും, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നടക്കാനാണ് അവർ ടൈം പീരീഡ് ടി എന്ന് വിളിച്ചത്. അപ്പൊ ആദ്യം നോക്കേണ്ട എന്താ, ഇത്ര ലെങ്ത് ഇത്ര നീക്കിയപ്പോഴാണ് ഇത്ര വെലോസിറ്റി ഉണ്ടായി. അപ്പൊ നമ്മള് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി ലെങ്ത് കൂട്ടുമ്പോൾ ഈ വാല്യൂ കൂടും. ഈ വാല്യൂ കൂടണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ കൂടണം. ബാക്കി ഇത് മാസ് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വെലോസിറ്റി കൂടിയെന്നുണ്ടാവുക, സ്പ്രിങ് ഒന്നുകൂടി സ്പീഡിൽ വരും, ഇതിനൊന്നുകൂടി സ്പീഡിൽ ഇരിക്കും. രണ്ടുപേരും മാസ് സെയിം ആയതുകൊണ്ട് ആ സ്പീഡ് ഫുള്ളും ഈ സ്പിയറിന് കിട്ടും. അപ്പൊ ഇത് ആ വെലോസിറ്റിയിൽ പോയി വേഗം പരിപാടി കഴിഞ്ഞിട്ട് വരും. അപ്പൊ എന്താ പറയണേ, ലെങ്ത് കൂട്ടിയാൽ ടൈം പീരീഡ് കുറയുക. മനസ്സിലായ? ടൈം പീരീഡ് കുറയാൻ മറ്റേ ടൈമല്ല കേട്ടാ, പോയി വരുന്ന ടൈമില്ല, ടൈം പീരീഡ് മൊത്തം നടക്കുന്ന ടൈം. വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ ഇത് വേഗം പോയി ഇടിച്ചിട്ട് വേഗം നിൽക്കുമല്ലോ. അപ്പൊ ആദ്യം എടുക്കാനായിട്ട് സമയം ടി ആണെങ്കിൽ ഈ ലെങ്ത് കുറച്ചും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഈ ടീനായിട്ടും കുറവാകും. അതാണ് ഉത്തരം. ഇതാണ് ലോജിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക, കോൺസെപ്റ്റ് അറിയണ കുട്ടിക്ക് വേഗം കത്തും. അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ ലെൻസും മിററും വെച്ചുള്ളത് സാധാരണ പോലെയല്ല. സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ കോൺകേവ് മിറർ ഇങ്ങനെയാണ് വരയ്ക്കാറ്. കാരണം ഒബ്ജക്റ്റ് നമ്മൾ ലെഫ്റ്റിലാണ് വെക്കാറ്. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റിൽ വെക്കാറ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചുള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനെയല്ല. അപ്പൊ നോക്കുക, അതാ കോൺകേവ് മിറർ, ആക്സിസ്, ലെൻസ്. ഇത് ഫുള്ള് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് 50. ഒരു സ്ഥലത്ത് നമ്മൾ ഇത് വെച്ചു, എക്സ് എന്നാണ് വിളിക്കുന്നത്, വി അല്ല, എക്സ് എന്ന് വിളിച്ചു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. ഇതിന്റെ ഫോക്കൽ ലെങ്ത് 10, ഇതിന്റെ 5. ഇത്രയാണ് നമ്മൾ തന്നുള്ളത്. അവര് പറഞ്ഞുള്ള എന്താ, ഇമേജ് ഏത് ലെൻസിലൂടെ ഇമേജ് ഉണ്ടായത്, 2 ഇമേജ് ഉണ്ടായി, അത് റിയൽ ആണ്. ആ 2 ഇമേജ് ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാൻസ്. ഒന്നെങ്കിൽ നേരിട്ട് ലെൻസിലൂടെ വന്നിട്ട് ഇമേജ് ഉണ്ടാവുക, രണ്ടാമത് ആദ്യം മിററിൽ തട്ടി റിട്ടേൺ വന്ന് പിന്നെ ലെൻസിൽ കൂടെ പോയിട്ട് ഇമേജ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാ, പറഞ്ഞുതരാം. നോക്കിയേ, മിറർ വെച്ചു. കോൺകേവ് മിററിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചറിൽ മാത്രം വെച്ചാലാണ് പോയ ലൈറ്റ് തിരിച്ച് അതേ പൊസിഷനിൽ വന്ന് നിൽക്കുള്ളൂ. വേറെ ഇവിടെ ഇതിന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടിയിട്ട് പിന്നിൽ പോയിക്കും, പിന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടിയിട്ട് മുന്നിൽ നിൽക്കും. ഇവിടെ വെച്ച് മാത്രമാണ് തട്ടിയിട്ട് റിട്ടേൺ വരുള്ളൂ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 2f ആണ്. ഇവിടെ ഫോക്കൽ ലെങ്ത് 10. അപ്പൊ 2f = 2 × 10, 20. ഈ ഇത്ര ഡിസ്റ്റൻസ് ഈ മിററിന് 20 ഡിസ്റ്റൻസിൽ അകലെ വെച്ചാലാണ് ഇവിടെ ലൈറ്റ് ഇവിടെ പോയി തട്ടിയിട്ട് റിട്ടേൺ വരുള്ളൂ. ഇവിടുന്ന് എങ്ങാനും മാറുകയാണെങ്കിൽ വന്ന് വരേണ്ട ലൈറ്റിന്റെ പൊസിഷൻ മാറും. അപ്പൊ പൊസിഷൻ മാറുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് ഇതിക്ക് ലൈറ്റ് പോകുമ്പോൾ ഇമേജ് വേറെ സ്ഥലത്ത് ഉണ്ടാവുക. രണ്ടും ഓൺ ദ സ്പോട്ട്, സെയിം സ്പോട്ടിൽ ഉണ്ടാവില്ല. സെയിം സ്പോട്ടിൽ ഉണ്ടാവണമെങ്കിൽ ഇവിടുന്ന് രണ്ടാമത്തെ കേസിൽ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നതും ഇവിടുന്ന് നേരിട്ട് ഉണ്ടാവുന്നതും സെയിം ഇതിലാവണം. അപ്പൊ ഇതിന്റെ ഉത്തരം 20 ആണ് കേട്ടോ. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോൺസെപ്റ്റ് അറിയണവർക്ക് നല്ല സുഖമായിട്ട് ചെയ്യാം. അറിയാത്തവർക്ക് ഇപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാന്ന് കാര്യങ്ങൾ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് വിചാരിക്കണം. അപ്പൊ ആദ്യം ഇതിന്റെ മുന്നേ അറിയേണ്ട 2 കാര്യം, നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുക.
വരയ്ക്കുക. ഇതിപ്പോൾ എക്സ് വൈ സെഡ്, അതിൻ്റെ ഒരു റൂള് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് അല്ലെങ്കിൽ ഐ ജെ കെ. ഇതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് വ്യത്യാസം ഉണ്ടാകും. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് എടുക്കണം. ഇങ്ങനെ കാരണം ഇങ്ങനെ കറങ്ങിപ്പോലോ ക്ലോക്ക് വൈസ്. എക്സ് വൈ സെഡ് എടുക്കാം, അല്ലെങ്കിൽ വൈ സെഡ് എക്സ് എടുക്കാം, വൈ സെഡ് എക്സ്. അപ്പം ഞാനിവിടെ വൈ സെഡ് എക്സ് എടുക്കാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി അവർ മൈനസ് സെഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. ഇപ്പോൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് മൈനസ് സെഡ്, സെഡിൻ്റെ നേരെ താഴെ. ഇപ്പോൾ നമ്മൾ ബോബ് വരച്ചു, ഇങ്ങനെ ഗ്രാവിറ്റി താഴേക്ക് ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷൻ ആണ് കേട്ടോ മൈനസ് സെഡ്. ക്യൂ ചാർജ് ഉണ്ട്, എം മാസ് ഉണ്ട്. ഇതാണ് കഥ. ഈ സിംഗിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് പറഞ്ഞ ടൈം പീരീഡ് ഈക്വൽ ടു 2π/√L/G ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്ന ടൈം പീരീഡ് കുറയുന്നുണ്ട്. ഇത് കുറയണമെങ്കിൽ ജി കൂടണം, ജി ഇഫക്റ്റീവ് കൂടണം. കാരണം ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √G ഇഫക്റ്റീവ്. അപ്പോൾ ഇത് കുറയണമെങ്കിൽ ഈ സംഗതി കൂടണം. ഈ സംഗതി കൂടണമെങ്കിൽ നമ്മൾ ഓപ്ഷൻ നോക്കണം, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യം ഓപ്ഷൻ ബി എന്ന് നോക്കുക. ബി പറയണത് ക്യൂ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞുതരാം, മൈനസ് സെഡ്. ഇനി നമ്മുടെ സാധനം വരയ്ക്കാം, വൈ സെഡ് എക്സ്. ബോബ് വരച്ചു, ക്യൂ ചാർജ്, എം മാസ്, താഴേക്ക് ജി. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവർ ഡയറക്ഷൻ പറയുന്നത് മൈനസ് സെഡാണ്. മൈനസ് സെഡ് ഇങ്ങോട്ട് ഡയറക്ഷനാണ് മൈനസ് സെഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് സെഡിലോട്ട് പോവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് വേണം ഒറിജിനേറ്റ് ചെയ്യാൻ. ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുക പോസിറ്റീവ് ടു നെഗറ്റീവ്. നൗ ലുക്ക് നോക്കുക, ചാർജ് പോസിറ്റീവാണ്. ബോബിൻ്റെ മാസ് അല്ല, ചാർജ് പോസിറ്റീവാണ്. പോസിറ്റീവ് നെഗറ്റീവിനോട് അട്രാക്ട് ചെയ്യും. അപ്പോൾ താഴേക്കൊരു ഫോഴ്സ് കിട്ടും. ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ QE. അപ്പോൾ MA ഈക്വൽ ടു QE, ആക്സിലറേഷൻ ഈക്വൽ ടു QE/M. ഒരു താഴേക്ക് ഒരു സാധനം കൂടുകയാണ്. അപ്പോൾ G ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗ്രാവിറ്റി പ്ലസ് ഈ ആക്സിലറേഷൻ. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടെ ഈ കഷ്ടം കയറി ഇത് സാധനം കൂടി, അപ്പോൾ ഇത് കുറയും. കാരണം അപ്പോൾ ബി ഉത്തരം ശരിയാണ്. നമുക്ക് ശരിയല്ല വേണ്ടത്, തെറ്റാണ് വേണ്ടത്. ഇനി ഓപ്ഷൻ എക്ക് ഒന്ന് നോക്കുക. എ പറയണത് ക്യൂ പോസിറ്റീവാണ്, പക്ഷെ N ഈക്വൽ ടു പോസിറ്റീവ് സെഡ് ക്യാപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് നേരെ റിട്ടേൺ പോകും. അപ്പം എന്താ പറയുക, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടുന്ന് ഇത് കുറയുക ചെയ്യണത്. ഈ സംഗതി കുറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടും. അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്ഷൻ എ തെറ്റാണ്. അതാണ് നമ്മുടെ ഉത്തരം. അങ്ങനെ നമ്മൾ ഓപ്ഷൻ വേഗം എലിമിനേറ്റ് ചെയ്ത് പോകണം. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഓപ്ഷൻ എ ആണ് നോക്കുക, അപ്പോൾ അതിനെ തെറ്റാന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഉത്തരം അത് തന്നെയാണ് കിട്ടുക. അതേപോലെ സി അങ്ങനെ കറക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്. ഡി കറക്റ്റ് ആംഗിളിൽ നോക്കി വരുമ്പോൾ പാർഷ്യലായിട്ട് ഇത് കൂടും, അപ്പോൾ ഇത് കുറയും. അങ്ങനെയാണ് സംഭവം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഏരിയയിൽ കൂടെ പോകുമ്പോൾ അതിനുള്ള ആക്സിലറേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ഫീൽഡ് വരയ്ക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ചാർജ് പാർട്ടിക്കിൾ, ചാർജ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാട്ടോ. മാസ് M, ചാർജ് Q പോസിറ്റീവ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ല താഴെ, ഇത് പാർട്ടിക്കിൾ പോസിറ്റീവ്. അപ്പോൾ ഇതിങ്ങനെ ബെൻഡായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാ പോവുക. ഈ ഡിസ്റ്റൻസിനെ ഒരു D എന്ന് വിളിച്ചു, ഇത് മാറണില്ല. ഇതിന് കിട്ടുന്ന ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, F = QE. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ MA = QE, A = QE/A. ഇതാണ് ഈ പാർട്ടിക്കിളിന് കിട്ടുന്ന ആക്സിലറേഷൻ ഇലക്ട്രിക് ഫീൽഡ് കാരണം. അപ്പോൾ ഇത് നമുക്ക് ഇനി വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസും ടൈമും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷനാണ്. ഈ ഡിസ്റ്റൻസ് മാറുന്നില്ല, പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻ വേണം. 4 ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് കുറച്ചെണ്ണം ഉണ്ട് കാണിച്ചത്. V = U+AT. ഇതല്ല വേണ്ടത്. ഇതിലിടുമ്പോൾ നമുക്ക് കിട്ടില്ല, ഡിസ്റ്റൻസ് ഇല്ല ഇതിൽ. പിന്നെ ഡിസ്റ്റൻസ് ഉള്ളത് S = UT + ½ AT². ഇതിലാകുമ്പോൾ അല്ലാതെ ഉണ്ട്, ടൈം ഉണ്ട്. പിന്നെ ഈ ആക്സിലറേഷൻ്റെ ടേം ഇടുമ്പോൾ മാസ് വരും, ഡിസ്റ്റൻസിൻ്റെ ഇവിടെ D ഉണ്ട്. ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ 2 മാസ് M1 ഉണ്ട്, M2 ആകുമ്പോഴുള്ള T1 T2ൻ്റെ റിലേഷനാണ് വേണ്ടത്. ഈ റിലേഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ M1 എഴുതാൻ പോവാണ്. ഡിസ്റ്റൻസ് സെയിം ആണ്,
പിന്നെ ഇത് റെസ്റ്റിലാന്ന് പറയണത്. ഇപ്പോൾ യു 0 ആകുമ്പോൾ ഈ ഫസ്റ്റ് ടൈം ഫുള്ള് 0 ആയി പോയിട്ടോ. അപ്പോൾ ഹാഫ് ആക്സലറേഷൻ നമുക്ക് QE/m ഇടാം, m1 t1 സ്ക്വയർ. അടുത്തത് DNA ഹാഫ് QE/m2 t2 സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ തന്നെ ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡി ഒഴിവാക്കിയിട്ട് ഇത് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ 2 QE ഇതൊക്കെ കട്ടായി പോകും. നമുക്ക് വേണ്ടത് T1/T2 ആണ്. അപ്പോൾ ഈ T2 ഇങ്ങോട്ട് അടിക്ക് കൊണ്ടുവന്ന് T1/T2 ഹോൾ സ്ക്വയർ m1 മേലേക്ക് പോയി, m1/m2 എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ T1/T2 റൂട്ട് m1/m2. ഇതാണ് ഉത്തരം. കട്ട ഇത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ വായിക്കുമ്പോൾ ഒരു എന്തൊക്കെയും തോന്നാം. എന്നാലും നോക്കുക. ഇവർ ആദ്യം ചോദിക്കണം എന്താന്ന് മനസ്സിലാക്കുക. ഡെൽറ്റ r/r ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റേഡിയസ് ആണ് അവർ ചോദിക്കണത്. അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടുക. അവർ അതിൽ തന്നെ പറയുന്നുണ്ട് ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. അവർ ബൾക്ക് മോഡുലസ് എന്നാണ് ഈ സാധനം കിട്ടേണ്ടത്, ഇതിന്റെ വോളിയത്തിൽ നിന്ന്. എന്താണ് ബൾക്ക് മോഡുലസ്? ഇവർ ജെല്ലി ഫിഷ് എന്നൊക്കെ പറഞ്ഞത് സ്പിയർ ആട്ടോ ഉദ്ദേശിക്കുന്നത്. അവർ പറയാൻ മടിച്ചിട്ടാണ്. ഈ സ്പിയർ ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ എല്ലാ ഡയറക്ഷനിലും അതിന്റെ ഫോഴ്സ് ഉണ്ടാവും, പ്രഷർ വെള്ളത്തിന്റെ. അപ്പോൾ കാരണം ഇതിന്റെ സൈസ് ഒന്ന് ശൃംഗാവും ചെറുതായിട്ട്. ഇതിനാണ് അവർ ബൾക്ക് മോഡുലസ് ഫിസിക്സിൽ പറയുക. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പ്രഷർ അപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം. ഇത് മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നത് ചെറുതാവുക, വോളിയം കുറയല്ലേ ശൃംഗ് ചെയ്യുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് പോസിറ്റീവായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഈ റേഡിയസിന്റെ കിട്ടേണ്ടത്. ഇതാണ് കാര്യം. പിന്നെ ഒരു ജെല്ലി ഫിഷ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ പ്രഷർ P0 ആണ്. ഇപ്പോൾ കുറച്ച് താഴേക്ക് ഡി ഡെപ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിന്റെ കൂടെ h(ρg). ഇത് ഫ്ലൂയിഡ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ്. അപ്പോൾ ഇതിനിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ P-P0. ഇതിനാണ് നമ്മൾ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുക. ചേഞ്ച് ഇൻ പ്രഷർ ഈക്വൽ ടു h(ρg). ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിടുക. അപ്പോൾ ബൾക്ക് മോഡുലസ് ഈക്വൽ ടു h(ρg/-del). ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ആർ ടേം അല്ല വേണ്ടത്. ആ ആർ ടേം കിട്ടാൻ വേണ്ടിയിട്ട് ചേഞ്ച് വോളിയത്തിനെ അല്ല, ആർ ടേം വോളിയം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ 4/3πr³ സ്ഫിയറിന്റെ കേസിൽ. ആദ്യത്തെ ഇനീഷ്യൽ ഇനീഷ്യൽ വോളിയം ഇത്. ഫൈനൽ ആകുമ്പോൾ ഇവര് ഈ പന്ത് സ്ഫിയർ താഴേക്ക് വരുമ്പോൾ അതിന്റെ റേഡിയസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ, വെള്ളം പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതിനെ നമ്മൾ Δr എന്ന് വിളിക്കണം. നമുക്കറിയില്ല വാല്യൂ, Δr എന്ന് വിളിക്കണം. അപ്പോൾ ഇനീഷ്യല് R ഉണ്ടെങ്കിൽ ഈ Δr കുറഞ്ഞു കഴിഞ്ഞാൽ R2 എന്ന് പറയണത് R ഫൈനൽ ആട്ടോ, R-Δr ആണ്. ഇത്രയാണ് ഫൈനലായിട്ട് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഫൈനൽ നമ്മൾ നോക്കുമ്പോൾ 4/3πr³ മൈനസ് 4/3πr Δr³. ഇതിൽ നമ്മൾ 4/3 കോമൺ എടുത്തു കഴിഞ്ഞാൽ r³ മൈനസ് r-Δr³. ഇതാണ് ഡെൽറ്റ വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ. അതാണ് ഡെൽറ്റ വി. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയാണ് വേണ്ടത്. അപ്പോൾ 4/3π ഉണ്ട്. ഈ ടേം ഫുള്ള് എഴുതുക, തെറ്റരുത്. ഡിവൈഡഡ് ബൈ ദി ഇനീഷ്യൽ വോളിയം 4/3πr³. അപ്പോൾ ഈ 4/3πയും 4/3πയും കട്ടായി പോയി. അപ്പോൾ ഇനി ഇതിനെ ഉള്ളിലേക്ക് കൊടുക്കുക, ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? ഓരോന്നോരോന്നായിട്ട് കൊടുക്കുമ്പോൾ ഇതിനെ പോയി കഴിഞ്ഞാൽ 1 മൈനസ് r-Δr³/r³ എന്ന് കിട്ടും. ഇവിടെയാണ് നമ്മുടെ ρgh ബൈ ബൾക്ക് മോഡുലസ്. അപ്പോൾ ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആവും. അല്ലെങ്കിൽ വേണ്ട, ഇത് അങ്ങോട്ട് എടുത്തിട്ട് ഇതിനങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 1 മൈനസ് ρgh ഈക്വൽ ടു, നമുക്ക് ഇത് ടേം പോസിറ്റീവായിട്ട് കിട്ടാൻ കേട്ടോ, r-Δr
ഹോൾ ക്യൂബ് ബൈ ആർ ക്യൂബ്. ഇപ്പൊ ഇത്ര മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതന്നെ എഴുതുക. ഇതിനെ നമ്മൾ ഒറ്റ ടേമായിട്ട് എഴുതാം. ഡെൽറ്റ ആർ ബൈ ആറ്, രണ്ടും ക്യൂബ് തന്നെ അല്ലേ, അപ്പോൾ അത് ഹോൾ ക്യൂബായിട്ട് എഴുതുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ 1 - ചെയ്ത പോലെ ഇത് ഇതിനെ കൊടുക്കുക, ഇത് ഇതിനെ കൊടുക്കുക, ഡിനോമിനേറ്റർ വീതം വയ്ക്കുക. അപ്പോൾ 1 - ഡെൽറ്റ ആർ ബൈ ആർ ഹോൾ ക്യൂബ്, ഇതാണ് ഈ സാധനം. ഇപ്പം നോക്കുക, ഇതാണ് നമ്മുടെ ചോദ്യം, ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ ക്യൂബ് പോകാൻ വേണ്ടിയിട്ട് ഹോൾ റേസ്റ്റ് 1/3 എടുക്കുക. അപ്പോൾ 1 - റോ ജി എച്ച് ബൈ ബി ഹോൾ റേസ്റ്റ് 1/3 എടുത്തു. അപ്പോൾ ഇവിടെ /3 എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് 1 ആയിപ്പോയി. അപ്പോൾ 1 - ഡെൽറ്റ ആർ ബൈ ആർ. അപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഡെൽറ്റ ആർ ബൈ ആർ ഈക്വൽ ടു 1 - റോ ജി എച്ച് ബൈ ബൾക്ക് മോഡുലസ് ഹോൾ റേസ്റ്റ് 1/. ഇതാണ് ഉത്തരം. ഇതെല്ലാം ബ്രാക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓപ്ഷനിൽ കാണാൻ പറ്റും. ആറാമത്തെ ചോദ്യം ഗ്രാവിറ്റേഷൻ എന്നാണ്. അതും കെപ്ലറിൻ്റെ ലോസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇത് തേർഡ് ലോ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് വിചാരിക്കണം. ആദ്യം നമുക്ക് അറിയേണ്ടത് ഒരു സ്റ്റാറിന് ചുറ്റും കറങ്ങണ പ്ലാനറ്റ്, വലിപ്പം നോക്കണ്ട, പ്ലാനറ്റ്. ഇത് കെപ്ലറിന്റെ തേർഡ് ലോ പ്രകാരമാണ് കറങ്ങുക. ടൈം പീരീഡ് പറയണത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് കറങ്ങി ടൈം പീരീഡ് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇനീഷ്യൽ പൊസിഷനിൽ കറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ എത്തണം. അപ്പം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 2πr പെരിമീറ്റർ ആണ് കേട്ടോ. 2πr സർക്കുലർ ഓർബിറ്റ് ആണ് നമ്മൾ വിചാരിക്കേണ്ടത്. ശരിക്കും അങ്ങനെയൊന്നുമില്ല, എലിപ്റ്റിക്കലായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പോവുക. ഇത് കണ്ടിട്ടെ, വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല, അപ്പോൾ ടൈം ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇവിടെ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2πr. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ √gm/r. ഇപ്പോൾ √gm താഴെ വന്നു, ഈ √r മേലെ. അപ്പോൾ ഈ r നമുക്ക് ഉള്ളിലിടാം. ഉള്ളിലേക്ക് പോകുമ്പോൾ r² ആയിട്ട് കയറുക. ടൈം പീരീഡ് ഈക്വൽ ടു 2π/√r³/gm. ഇതാണ് ആ പ്ലാനറ്റിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക, അല്ലാണ്ട് കാണാപാടൊന്നും പഠിക്കാൻ പാടില്ല. എന്തത് ഇങ്ങനെയാണ് ടൈം പീരീഡ് ഇക്വേഷൻ കിട്ടി. ഇനി അവരെന്താ പറയണത്? ഈ റേഡിയസ്, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് പകുതിയാക്കി. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിന്റെയും ഈ പ്ലാനറ്റിന്റെയും റേഡിയസ് അവർ പകുതിയാക്കി. രണ്ടിന്റെ പകുതി. ബിറ്റ്വീൻ ദ സ്റ്റാർ ആൻഡ് പ്ലാനറ്റ് ഈസ് ഹാഫ്ഡ്. ഉണ്ടാവും. അതായത് ഇൻഡിവിജ്വൽ റേഡിയ ഓഫ് ദി സ്റ്റാർ ആൻഡ് പ്ലാനറ്റ് ആർ ഓൾസോ ഹാഫ്ഡ്. അപ്പോൾ മൊത്തം പകുതിയാക്കി. പക്ഷെ ഇതിൽ ടൈം പീരീഡിനെ അഫക്റ്റ് ചെയ്യണ ഒരേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ളത് ഈ എന്തിൻ്റെ ആറാന്ന് മനസ്സിലായില്ലേ? ഈ ഡിസ്റ്റൻസ് കേട്ടോ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഈ r/2 ആകുമ്പോൾ പുതിയ t' നമുക്ക് 2π/r/2 ആയി. അപ്പോൾ ആ ക്യൂബിൽ നിന്ന് പുറത്ത് വയ്ക്കുമ്പോൾ r³/8 ആയിട്ട് വരിക g. പിന്നെ മാസ് നോക്കണം. ഇവർ പറയുന്നുണ്ട് സ്റ്റാറിന്റെ റേഡിയസ് r/2 ആവുന്നുണ്ട്, പക്ഷെ അവർ ഡെൻസിറ്റി മാറുന്നില്ല. അപ്പോൾ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി മാറണില്ല, അപ്പോൾ വോളിയം കുറയുമ്പോൾ മാസും കുറയണം. മാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. വോളിയം എങ്ങനെയാണ്? സ്റ്റാർ ഒരു ഫിയർ അല്ലേ, അപ്പോൾ മാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 4/3πr³. അപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിൻ്റെ റേഡിയസ് ഹാഫാന്ന് പറയുന്നുണ്ട്. ഇത് നക്ഷത്രത്തിന്റെ മാസിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ അതിന്റെ റേഡിയസ് പകുതി ആകുമ്പോൾ ഈ ക്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ /8 ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എത്ര മാറ്റം? /8 വരുമ്പോൾ ഇവിടെ ഈക്വൽ ആവണമെങ്കിൽ /8 വരണം. അപ്പോൾ m/8 ആയി. അപ്പോൾ നമ്മുടെ പുതിയ ടൈം പീരീഡിൽ m/8 വരുമ്പോൾ ഈ 8ഉം തന്നെ കട്ടായി. അപ്പോൾ നോക്കുമ്പോൾ ഫൈനൽ ടൈം പീരീഡും ഇനീഷ്യൽ ടൈം പീരീഡും സെയിം ആണ്. അപ്പോൾ റേഡിയസ് എല്ലാത്തിൻ്റെ പകുതി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പീരീഡ് t തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ t തന്നെയാണ് ഉത്തരം. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വായിക്കുക. ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം കമ്പോണന്റ് എന്താണെന്ന് അറിയേണ്ടത്. കമ്പോണന്റ് പറയുമ്പോൾ ഇപ്പോൾ ഒരു വെക്ടർ ഉണ്ട് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 10 യൂണിറ്റ്, എത്ര യൂണിറ്റ് ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതിന്റെ കമ്പോണന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 10 യൂണിറ്റ് മൊത്തം വെക്ടർ. അപ്പോൾ നോർത്തേക്ക് 5 യൂണിറ്റ് പോകണം, പിന്നെ ഈസ്റ്റേക്ക് 5 യൂണിറ്റ്. അപ്പോൾ ഈ ഇങ്ങനെ മുറിച്ച് പറഞ്ഞില്ലേ, ഇതാണ് കമ്പോണന്റ്.
ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 10 മിനിറ്റ് പറയുന്നത്. അപ്പോൾ ഇതിനാണ് കമ്പോണൻ്റ് പറയുക. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആംഗുലാർ മൊമെൻറ്റം L ഈ I+J എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഡയറക്ഷനിൽ. ഇത് ഇപ്പോൾ I+J ഇതാണെങ്കിൽ ഈ ആംഗുലാർ ഇതിന്റെ ഏത് കമ്പോണന്റ് ആണ് ഇതിന്റെ ഒപ്പം ഉള്ളത് അതാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആംഗുലാർ മൊമെന്റം കാണണം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിമ്പിൾ R×P എന്നാണ്. ഈ P ഇതാണ് ലീനിയർ മൊമെന്റം. ഇത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയാം. മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്, ഡയറക്ഷനിൽ ഒന്നുമില്ല. അപ്പൊ അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ R×V വരിക. മാസ് 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 പിന്നെ ഇത് 1 തന്നെ ആയി. അപ്പോൾ ആംഗുലാർ മൊമെന്റം കിട്ടണമെങ്കിൽ R×V ചെയ്യണം. ഇത് പൊസിഷൻ, ഇത് വെലോസിറ്റി. വേറെ പൊസിഷൻ ടൈമിന്റെ രീതിയിൽ ഒരു ഇക്വേഷൻ വന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റീനെ ഇത് തന്ന ലീനിയർ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടി. പിന്നെ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, 2t² 4t കിട്ടി. ഇതാണ് വെലോസിറ്റി. പൊസിഷൻ അപ്പോൾ പിന്നെ അതന്നെ T1 2t². അപ്പോൾ ഇനി R×V ആണ് വേണ്ടത്, V×R അല്ല കേട്ടോ. അപ്പോൾ R×V ആണെങ്കിൽ ഇത് നമുക്ക് അടിക്കൊന്നും കൂടെ എഴുതാം. 1040 ഇതാണ് V. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഇതല്ല, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ സാധാരണ ഇതിൻ്റെ മേലെ I ഉണ്ട്, -J ഉണ്ട്, K ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ നിങ്ങളുടെ രീതിയിൽ ചെയ്തോ, അത് പൊത്തി പിടിച്ചിട്ട് ചെയ്യുക അങ്ങനെ എന്തായാലും. അപ്പോൾ 40 -0 വന്നു, -J എടുത്തിട്ട് 4t² - 2t², പിന്നെ K +K 0 -1. അപ്പോൾ 40 ഇവിടെ 2t² വന്നു, -2t², -K. ഇതാണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം കിട്ടി. നമുക്ക് അലോങ് ദി L ആംഗുലാർ മൊമെന്റം അലോങ് എ വെക്ടർ I+J. ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അലോങ് എന്ന് പറയുമ്പോൾ ഡോട്ട് ചെയ്യുക, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ് I+Jയുടെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇത് ഡോട്ട് ചെയ്യുമ്പോൾ ആംഗുലാർ മൊമെന്റം 40 - 2t² - K ഡോട്ട് 1 1 0 ബൈ ഇതിൻ്റെ ഇത് √2 ഇതാട്ടോ ഇതിൻ്റെ ഇത് 1² + 1² ആണ് വരിക. അപ്പോൾ √2 ആണ് വരിക. അപ്പോൾ ഇത് ഇങ്ങോട്ട് 40 - 2t² പിന്നെ -K 0 ആയി ബൈ √2. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഫസ്റ്റ് ഉത്തരം അല്ലേ? ഇതാണ് ഉത്തരം. ഇതാണ് ഉത്തരം കേട്ടോ. ഇത് നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. ഇനി വെക്ടർ അലോങ് അനദർ വെക്ടർ എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പൊ A അലോങ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A.B ബൈ ഡിറ്റർമിനന്റ് ഓഫ് B. ഇതാണ് അതിന്റെ ഫോർമുല. ഇതിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ പിന്നെ ബിയുടെ ഡയറക്ഷൻ കൊണ്ട് ഗുണിക്കണം. പക്ഷെ നമുക്ക് ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവര് കമ്പോണന്റാ വേണ്ടു. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും വായിക്കുക. അപ്പോൾ ഇവര് പറയണത് ഒരു സോളിനോട് ഇതിന്റെ ആക്സിസ് ഇതാണ്, ഇതിൽ കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. ഇതിന്റെ റേഡിയസ് R ഇരിക്കട്ടെ. ഇതാണ് കഥ. ഈ റേഡിയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം കൂടുമ്പോൾ റേഡിയസ് ഇങ്ങനെ വലുതാവും. അപ്പോൾ ഇത് കുറച്ചുകൂടി വലുതാവും, പിന്നെ കുറച്ചുകൂടി വലുതാവും, അങ്ങനെ. അപ്പോൾ ഇത് ഇവർ പറയണത് ബി ഇന്ന് ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാവും എന്നാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനർജി എത്രയാവും എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഫ്ലക്സ് മനസ്സിലാക്കണം. ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സോളിനോട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര ലൈൻസ് പോകുന്നുണ്ട്, അതാണ് ഫ്ലക്സ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻക്ക് വരുമ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ സമയം കൂടുന്തോറും ഇത് വലുതാവും. റേഡിയസ് വലുതാവുമ്പോൾ ആദ്യം ഇതേനെ പോയ സാധനം പിന്നെ റേഡിയസ് വലുതാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അപ്പോൾ അവിടെ കട്ട് ചെയ്യും, ഫ്ലക്സ് മാറും. ഫ്ലക്സ് മാറി എന്തുണ്ടാവുക, ഫ്ലക്സ് ചേഞ്ചസ്. ഫ്ലക്സ് മാറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും.
അതെന്ത് ചെയ്യുക, അത് ഫ്ലക്സ് കൂടില്ല ചെയ്ത് അത് കുറയ്ക്കാൻ വേണ്ടി നോക്കും. മനസ്സിലായോ? അപ്പോൾ റേഡിയസ് കൂടും തോറും ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലക്സിൻ്റെ എണ്ണം കൂടി, അത് കാരണം ഒരു കറണ്ട് ഉണ്ടായി. ആ കറണ്ട് ഈ കൂടിയ ഫ്ലക്സിന് വേണ്ടി കുറയ്ക്കാൻ ഇങ്ങോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇതിൻ്റെ ഉള്ളിലുള്ള ബി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുള്ള എക്സ്റ്റേണൽ ഇല്ലേ യൂണിഫോം ആയിട്ടുള്ളത് മൈനസ് ബി മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ഇത് കുറയുക ചെയ്യണത്. ഈ ഉള്ളിലുള്ള സംഗതി റേഡിയസ് കൂടുമ്പോൾ ഉള്ളിലുള്ള സംഗതി കുറയും. കാരണം ഇനിയും ഇത് വലിപ്പം വെക്കുമ്പോൾ ഇനിയും കട്ട് ചെയ്യും, ഫ്ലക്സ് മാറും. ഫ്ലക്സ് മാറുമ്പോൾ കറണ്ട് ഇൻഡ്യൂസ്ഡ് കൂടും. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ട് കാരണം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പോൾ ഈ മൈനസ് വാല്യൂ ഇത് മൈനസ് ചെയ്യല്ലേ, ഇത് കൂടിക്കഴിഞ്ഞാൽ ഇതിന്ന് നന്നായി കുറയും. കാരണം ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയുക ചെയ്യുക. അപ്പോൾ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ B²/2μ² ആണ്. അപ്പോൾ ഈ സംഗതി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായാലും കുറയും. ഉള്ളിലുള്ളത് ഇത് സ്ക്വയറോട് കൂടിയാണ് കുറയണം. അപ്പോൾ എന്തായാലും ഇത് കുറയും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് എ എന്ന് പറയാം. ഉള്ളിലുള്ളത് കുറയണോണ്ട് ഇത് കുറയണോണ്ട് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതും കുറയും. അങ്ങനെയാണ് ഇൻസൈഡ് ആട്ടത്, ഇൻഡ്യൂസ് അല്ല. അപ്പോൾ ഇത് രണ്ടും കുറയും. ഇതാണ് ഉത്തരം. 9ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഡൈമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിക്കാം. ഇതാണ് നമുക്ക് തന്നുള്ള സംഭവം. ഇത് ഡബിൾ ഡെറിവേറ്റീവ് ആണ്. ഇത് എന്താ സംഭവം? ഇത് ആക്സിലറേഷൻ ആണ് സംഭവം. പൊസിഷൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. അതിൻ്റെ ഡൈമെൻഷൻ ഫോർമുല L(t⁻²). പിന്നെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഈ പ്ലസ് മൈനസ് സെപ്പറേറ്റ് ചെയ്ത് വിട്ടില്ലേ, ഇത് ഫുള്ള് ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ എല്ലാവരുടെയും ഡൈമെൻഷണൽ ഫോർമുല കറക്റ്റ് ആവണം. അത് ഇപ്പോൾ ഇതിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല തന്നെ ഇതിനെ ആവണം കേട്ടോ. ഈ പ്ലസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതിനെല്ലാത്തിനും ഓരോ ഡൈമെൻഷണൽ ഫോർമുല ആവണമെന്നാണ്. അപ്പോൾ ഇത് തന്നെയാവും ഇതിന് α(x/(x⁻⁷)7). മോഡ് ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ ഇതൊരെണ്ണം കട്ടായി x⁻⁶ ആയി. അപ്പോൾ ആൽഫയുടെ ഡൈമെൻഷൻ കിട്ടുകയാണെങ്കിൽ എക്സ് ഇങ്ങോട്ട് പോവാം. എക്സ് അവർ പറഞ്ഞത് പൊസിഷനാണ്. അപ്പോൾ പൊസിഷനിൽ നമ്മൾ ലെങ്ത് L വെച്ചിട്ടല്ല ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ L⁻⁷ B⁻². ഇതാണ് ആൽഫയുടെ. അതേപോലെ ബീറ്റയുടെ നോക്കുമ്പോൾ ആക്സലറേഷൻ = ബീറ്റ. ഇതെന്താ സാധനം? ഇത് വെലോസിറ്റി ആണ്. L(t⁻⁻1). അപ്പോൾ L കട്ട് ഒരു ടി കട്ടി. ഇപ്പോൾ ബീറ്റ എന്താ? T⁻⁻1. ഇത് ഓപ്ഷനിൽ ഉണ്ടാവും. ഓപ്ഷൻ A is the ആൻസർ. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ. ഇതൊരു നല്ലൊരു ചോദ്യമാണ്, വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈറ്റില്ലേ, ഇതൊരു റൂം. ലൈറ്റ് ഈ റൂമിൽ വെളിച്ചം മാത്രം ഉണ്ടാക്കാനല്ല. ഈ റൂമിൽ വല്ല ചില്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതാ ഒരു ലൈറ്റ് ബീം വന്നു. ഇത് ഫ്ലാറ്റ് സർഫസ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് കേട്ടോ, ഫ്ലാറ്റ് സർഫസ് ആണ്. അത് ഗ്ലാസ് ഓർ വാട്ടർ. ഈ വരുന്ന ലൈറ്റിന് 3 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെന്ന് പറഞ്ഞത് റിഫ്ലക്ഷൻ, ഇവിടെ വന്ന് തട്ടി തിരിച്ച് അതേപോലെ റിട്ടേൺ പോയി. 2 അബ്സോർപ്ഷൻ, ഇവിടെ വന്ന് തട്ടിയിട്ട് അത് വലിച്ചെടുത്തു, ഈ സർഫസ് വലിച്ചെടുത്തു. 3 പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയി, ട്രാൻസ്മിഷൻ. അതാണ് ഈ ഗ്ലാസും വാട്ടർ ആയാൽ മാത്രമാണ് ലൈറ്റിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ ചുമരാണെങ്കിൽ നമ്മൾ കല്ലോണ്ടല്ല ഉണ്ടാക്കുക ചുമരൊക്കെ, അതൊക്കെ ആണെങ്കിൽ നടക്കില്ല. ഉള്ളിൽ കൂടെ കടന്നു പോവില്ല, വലിച്ചെടുക്കാൻ പറ്റും, തട്ടിയിട്ട് റിട്ടേൺ വരാൻ പറ്റും, സ്മൂത്ത് ആകുമ്പോട്ടാ ഫ്ലാറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ആണ് ഉള്ളത്, നടക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഒരു പറയണത് എന്താ, ഈ ഫ്ലാറ്റ് സർഫസിൽ ടോട്ടലി ലൈറ്റ് വന്ന് ഉണ്ടാക്കിയ ഫോഴ്സാണ് വേണ്ടത്. ഇപ്പോൾ നോക്കിയത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് കടന്നു പോകുമ്പോൾ ഫോഴ്സ് ഒന്നും എടുക്കാനില്ലല്ലോ, നേരെ കടന്നു പോകല്ലേ. ഇത് വന്ന് പുഷ് ചെയ്യുക ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യണ ഫോഴ്സ് പറഞ്ഞ 0 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് റിഫ്ലക്ഷൻ പ്ലസ് ഫോഴ്സ് അബ്സോർബ്ഡ് പ്ലസ് ഫോഴ്സ് ട്രാൻസ്മിറ്റ്, ഇതാണ് വേണ്ടത്. അതിന് ഈ സംഗതി 0 ആണ്. പിന്നെ നമുക്ക് വേണ്ടത് റിഫ്ലക്ഷൻ 10% ഇത് പോയി, 10% ഇത് പോയി, ഇത് കംപ്ലീറ്റ് 0 ആയി. ബാക്കി 80% ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് ഇത് റിട്ടേൺ പോകണുള്ളൂ. അപ്പോൾ ഇടിച്ചിട്ട് ഇടിച്ചു, ഒരു പുഷ് കൊടുത്തു, വീണ്ടും അവിടെ വീണ്ടും ഇടിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരുന്നത്. പോയി ഇടിച്ചു, വീണ്ടും ഇടിച്ചിട്ടാണ് റിട്ടേൺ വരിക. ഇവിടെ മൊമെൻറ്റം ഇനീഷ്യല് 80% ഉണ്ട്. അവിടെ ഫൈനൽ മൊമെൻറ്റം പറയുമ്പോൾ ഇത് തന്നെയല്ലേ റിഫ്ലക്റ്റ്, ഈ 80% തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ ഡയറക്ഷൻ മാറും. ആദ്യം ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ട് നമ്മൾ മൈനസ്, ഇങ്ങോട്ട് പോസിറ്റീവ്. കാരണം -8 തന്നെ വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ
80 പ്ലസ് 80 ഈക്വൽ ടു 160 ബൈ 100 ചെയ്യുമ്പോൾ 1.6. അപ്പോൾ ഇത്രയാണ് ഫോഴ്സ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. പ്ലസ് പിന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് അബ്സോർബ് ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പോയത് തന്നെ 10% വലിച്ചെടുത്തു. 100-ൽ 10% വരുമ്പോൾ 0.1, അപ്പോൾ 1.7. ഇതാണ് ഫോഴ്സ്. ഇത്ര 1.7 ആണ് ഉള്ളത്. പിന്നെ P/C എന്ന് പറയുമ്പോഴേ ഈ P/Cയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്താ സംഗതി, ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പൊ ഈ മൊമെന്റത്തിനെ നമുക്ക് ലൈറ്റിന്റെ കേസിൽ എനർജി ഈക്വൽ ടു mc² അല്ലേ. ഇത് രണ്ട് സിയിലോട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനർജി ഈക്വൽ ടു മൊമെന്റം ഇൻറ്റു സി. അപ്പോൾ മൊമെന്റം ഈക്വൽ ടു എനർജി ബൈ സി ആയി. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു d/dt ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് ടു സി, സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫോഴ്സ് ഈക്വൽ ടു എനർജി ബൈ ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല, അപ്പോൾ ടൈം ഇൻറ്റു ഇതായി സ്പീഡ് ഓഫ് ലൈറ്റ്. ഇതെന്താ സാധനം, പവറാണ്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു എനർജി ബൈ ടൈം പവർ ബൈ സി, ഇങ്ങനെയാണ് വരുന്നത്, അല്ലാണ്ട് ഇതൊരു പുതിയൊരു സംഭവമല്ല. അപ്പോൾ ഇതിനെ ഫോഴ്സിനെ നമുക്ക് 1.7 P/C എന്ന് എഴുതാം. ഇതാണ് ഉത്തരം. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് പണിയുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് വരുന്നത് അതാണ്. ഇപ്പം നോക്കുക, ആദ്യം ഫോട്ടോ ഇലക്ട്രിക് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മെറ്റൽ സർഫസ് ആണെങ്കിൽ ഒരു ലൈറ്റ് ബീം വന്നിട്ട് ഇതും പിടിക്കുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടും. ആ വന്ന് ഇടിക്കണ ലൈറ്റ് ബീംസിൻ്റെ എനർജി മിനിമം ത്രഷോൾഡിനെക്കാട്ടി കൂടുതലാണെങ്കിലാണ് ഈ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുക. ഈ ഇലക്ട്രോണിക്ക് പുറത്തേക്ക് ചാടുമ്പോൾ അതിനുള്ള ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ട് λ/e. ഇങ്ങനെ എല്ലാം മൈറ്റ് കുറയട്ടെ. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ എല്ലാവരും ഒന്ന് വായിച്ച് വിചാരിക്കണു. ഫോട്ടോ ഇലക്ട്രിക് പറഞ്ഞാലേ ഇതൊരു മെറ്റൽ സർഫസ്. ഇതിൻ്റെ ഒരു മിനിമം ഒരു എനർജി ഉണ്ട്. ആ എനർജി അല്ലെങ്കിൽ അതിനായിട്ടും കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതിൽ ഇലക്ട്രോൺ ചാടിപ്പോവും. ആ എനർജി കൊടുക്കുന്നത് ആരാണ്, ലൈറ്റാണ്, ലൈറ്റ് ബീം. അപ്പോൾ ഈ ലൈറ്റ് ബീം വന്നിട്ട് ഈ മിനിമം ത്രഷോൾഡ് എനർജിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അതിന് ഇജക്ട് ചെയ്ത് പോകും. ആ ഇജക്ട് ചെയ്ത് പോകുന്നതിന് കൈനറ്റിക് എനർജി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ വർക്ക് ഫങ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ഈ വന്നിടിക്കണ ലൈറ്റ് ബീമിൻ്റെ വേവ് ലെങ്ത്തും ഈ ചാടിപ്പോണ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്തും സെയിം ആണെന്നാണ് അവർ പറയുന്നത്. ഇത് രണ്ടും സെയിം ആയിട്ട് ഈ കാര്യം ഫുള്ള് നടക്കാനുള്ള കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഈ എനർജി തരുന്നത് ലൈറ്റാണ്, ഫോട്ടോൺ. അതിൻ്റെ ഇക്വേഷൻ ഇത് hc/λ. പിന്നെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിൻ്റെ അല്ലേ, ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ/h/p ആണ്. അപ്പോൾ മൊമെൻറ്റത്തിനെ നമുക്ക് കൈനറ്റിക് എനർജിനെ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് p²/2m ആണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോയിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മൊമെൻറ്റം കിട്ടും. ഇപ്പോൾ λ/h/2m_k. എന്നിട്ടൊന്ന് സ്ക്വയർ ചെയ്യുക, h²/2mk. ഇനി കേന അങ്ങോട്ട് കൊടുക്കുക, h²/2m λ². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഈ k ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ 2m λ². ഇതാണ് സംഭവം. ഇതൊരു വലിയൊരു ക്വാഡ്രാറ്റിക് ആണ്. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറിയെങ്കിൽ ഇവിടെ നിന്ന് നേരെ ചെയ്ത് പോവുക. ഇത് x²ൻ്റെ ഭാഗമായിട്ട് എടുക്കുക, ഇത് x എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം 1/λ നമുക്ക് x എന്ന് വിളിക്കാം. അപ്പോൾ xhc=50 പ്ലസ് ഇവിടെ 1/λ² ഉണ്ട്, കാരണം x² h²/2m. എന്നിട്ട് എല്ലാത്തിനും ഒന്ന് /hc ചെയ്യുക. ഇത് സിമ്പിളാക്കാനാണ് കേട്ടോ. ഇപ്പോൾ x=50/hc പ്ലസ് x0, ഒരു h കട്ടായി പോകും, താഴെ 2mc വരും. ഇനി സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ആക്കുക, x²ൻ്റെ എക്സിൻ്റെ ടൈമിനൊക്കെ ഒരുമിച്ചാക്കിയിട്ട് ഇതാക്കുക. അപ്പോൾ x²h/2mc മൈനസ് x പ്ലസ് 50/hc=0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. എന്താണ് ഇത്?
പിന്നെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഫുള്ളും 1 ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 2mc/h ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ആയി ഇവിടെ എക്സ് ഇൻറ്റു 2mc/h പ്ലസ് 50 ഇൻറ്റു 2mc/h. ഇവിടെ ഇപ്പോൾ ഒരു എച്ചും കൂടി ഉണ്ടായാലും എച്ച് സ്ക്വയർ ആയി. പിന്നെ ഈ സിയും കട്ടായി പോകും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 2mc/h പ്ലസ് 50 ഇൻറ്റു 2m/h സ്ക്വയർ. അങ്ങനെയാണ് ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞത് 1, ബി എന്ന് പറഞ്ഞത് ഈ ടേം മൈനസ് ഉള്ള ടേം മൈനസ് ഉണ്ട് കേട്ടോ. പിന്നെ സി ടേം ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. ഇതിന് സോൾവ് ചെയ്യാം കേട്ടോ. ഇത് വെച്ച് സോൾവ് ചെയ്യണം നമ്മളിപ്പോൾ മൈനസും കട്ടായി പൊക്കോളും. ഹോൾ ബൈ 2. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ഈ സൈഡിൽ 250/mc² അല്ലെങ്കിൽ 50/mc² ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ടേം ഒന്നും വേണ്ട. എന്നിട്ട് ഇതിനെ കോമൺ എടുക്കുക. കാരണം ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു 1 മൈനസ് വന്നുള്ളത്. അപ്പോൾ 1 മൈനസ് വരണമെങ്കിൽ ഈ സംഗതി ഫുള്ള് കോമൺ എടുക്കണം പുറത്തേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്ഷനിൽ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സംഗതി പുറത്തെടുക്കണമെങ്കിൽ നമുക്ക് താഴെ mc² വേണം. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റു ഒരു mc² ചേർത്തു ബൈ ഒരു mc² കുറച്ചു മാറ്റമില്ലാണ്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും എഴുതാം. റൂട്ടിൻ്റെ ഉള്ളിലത്തെ കാര്യം എഴുതണ്ട്. 2m² c²/h². 2 എന്നുള്ളത് 4 ആവട്ടെ. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും. മൈനസ് 4 ഇൻറ്റു ഈ m² എഴുതി അടിയിൽ ബൈ h² mc². മേലൊരു c² കൂടി ഉണ്ട് ഇൻറ്റു 250. ഇത്രയും ടേം ഉള്ളിൽ വേണം. ബാക്കി അപ്പോൾ നോക്കി ഈ 4m² c²/h² ഇത് തന്നെ ഇവിടെ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണു. എല്ലാത്തിനും സ്ക്വയറിലുണ്ട്. ഇതിൻ്റെ ഒക്കെ റൂട്ടായിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ 1 മൈനസ് 250/mc² അവിടെ നിൽക്കും. ഈ സംഗതി പുറത്തേക്ക് വരുമ്പോൾ 2mc/h. പിന്നെ പുറത്തൊരു 2mc/h ഉണ്ടാവും. ഈ ആദ്യത്തെ പ്ലസ് ഓർ മൈനസ് ഹോൾ ബൈ 2 ഇങ്ങനെ നിൽക്കുക. ഹോൾ ബൈ 2 ഇങ്ങനെ ഇപ്പം നിൽക്കുക. അപ്പം ഇതൊരു ടേമാണ്. അടിയിൽ എല്ലാത്തിനും കൂടിയിട്ട് ബൈ 2. ഇവിടെ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. ഇത് എക്സിനല്ലേ ഇതാക്കണത്. അപ്പോൾ ഇതിന്ന് ഈ സംഗതി നമുക്ക് വീണ്ടും കോമൺ എടുക്കാം. അപ്പോൾ വീണ്ടും കോമൺ എടുക്കുമ്പോൾ 2mc/h 1 പ്ലസ് ഓർ മൈനസ് √1 മൈനസ് 250/mc². ഇതിൽ ഹോൾ ബൈ 2 ആണ് ചെയ്യണം. അപ്പോൾ ഈ 2 ആണെങ്കിൽ ഈ 2-നായിട്ട് കട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഇതും കട്ടായി പോയി. ഇതാണ് എക്സിൻ്റെ വാല്യൂ. എക്സ് ഇനി എന്താ 1/λ നമ്മൾ മുന്നേ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ലാംഡ വേണമെങ്കിൽ ഇതിൻ്റെ തിരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് കൊണ്ട് തിരിക്കാം. അപ്പോൾ നമുക്ക് ലാംഡ കിട്ടാൻ ഫുള്ള് തിരിച്ചു കഴിഞ്ഞാൽ h/mc വന്നു. ഇത് താഴേക്ക് വരില്ലേ. അപ്പോൾ താഴേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിലല്ലാതും ഇത് മേലെ ഇട്ടിരിക്കണത്. അപ്പോൾ ഇത് ഫുള്ളും ഡിനോമിനേറ്ററിൻ്റെ ഇതാ വന്നു. ഈ 1 പ്ലസ് √1 മൈനസ് 250/mc². 1 പ്ലസ് ഓർ മൈനസ് കേട്ടോ. ഇത് ഫുള്ള് ഡിനോമിനേറ്റർ. ഓപ്ഷൻ്റെ ഇത് മേലേക്ക് പോയിട്ട് ഇവിടെ -1 വരുന്നുണ്ട്. അപ്പോൾ മിനിമം ലാംഡ ഇത് സാധനം കുറയണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടണം. ഈ ഡിനോമിനേറ്റർ കൂടണമെങ്കിൽ ഈ 1-ൻ്റെ ഒപ്പം പ്ലസ് ആണ് വേണ്ടത്, മൈനസ് അല്ല. അപ്പോൾ നമ്മൾ മൈനസ് എടുക്കാണ്ട് ഈ പ്ലസ് എടുത്തിട്ട് ഈ സാധനം മേലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മൈനസ് വരും. അപ്പോൾ നമ്മളിവിടെ എഴുതാണെങ്കിൽ ലാംഡ h/mc. ഇത് ഫുള്ള് മേലേക്ക് പോയിട്ടാണ്. പിന്നെ പ്ലസ് എടുത്തു കാരണം ഇത് ഡിനോമിനേറ്ററിലാണ്. പിന്നെ ഇത് ഭംഗിക്ക് വേണ്ടി ഓപ്ഷനിൽ അങ്ങനെ ആക്കിയതുള്ളൂ. അപ്പോൾ പ്ലസ് ആണ്. 1 പ്ലസ് √1 മൈനസ് 250/mc² ഹോൾ റേസ് ടു ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 ന്യൂക്ലിയസിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോണ്, ന്യൂട്രോണ്, റേഡിയസ് ആണ് തന്നുള്ളത്. അപ്പോൾ അത് ന്യൂക്ലിയസ് 1-ൻ്റെ നമ്പർ ഓഫ്
പ്രോട്ടോണ് 1, ന്യൂട്രോണ് 0, റേഡിയസ് R1. ന്യൂട്രോൺ 2ന്റെ 4, 4, റേഡിയസ് R2. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ റേഡിയസ്, ഈ ന്യൂക്ലിയസിന്റെ കേസിൽ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 ഇൻറ്റു A⁻1/3 ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് റേഷ്യോ അല്ല വേണ്ട, ഈ R1ന്റെ R2ന്റെ റേഷ്യോ വേണ്ട. അപ്പൊ R1/R2 = A1/A2 1/3. എന്ത് A1ഉം A2? A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് സൈസാണ്. ആ സൈസ് നോക്കണമെങ്കിൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് വേണ്ടത്. അപ്പോൾ ന്യൂക്ലിയസ് 1ന്റെ പ്രോട്ടോൺ ന്യൂട്രോൺ കൂട്ടി കഴിഞ്ഞാൽ 1, ന്യൂക്ലിയസ് 2ന്റെ 4, 4 കൂട്ടി 8. അപ്പൊ A1/A2 പറഞ്ഞു കഴിഞ്ഞാൽ R1/R2 ആണെങ്കിൽ A1/A2 1/8 1/3. അതാണ് 1/2. അതാണ് ഉത്തരം. ഈ ക്വസ്റ്റ്യൻ വായിക്കുക. 13ാമത്തെ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. അപ്പോൾ A ഉണ്ട്, B ഉണ്ട്, 2 ഗ്യാസ്. എയുടെ മോളാർ മാസ് ബിയുടെ ഇരട്ടിയാണ്. അപ്പോൾ മോളാർ മാസ് പറഞ്ഞാൽ 2 MB. ഇതിന്റെ MB തന്നെ. ഇപ്പം നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ പ്രഷർ ഡിവൈഡഡ് ബൈ പ്രഷർ എക്സർട്ടഡ് ബൈ A ആണ് വേണ്ടത്. ഇതിന് ടോട്ടൽ പ്രഷർ വേണം. നമ്മൾ പ്രഷറിന്റെ ഇക്വേഷൻ PV = nRT. ഐഡിയൽ ഗ്യാസ് ലോ ആണ്. ഇതാണ് ഇവിടെ ഉപയോഗിക്കുക. ഇത് വേണമെങ്കിൽ പ്രഷർ നോക്കുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ടോട്ടൽ പറയുമ്പോൾ ഇവർ 2 പേര് നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾസ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് അല്ലേ. മോളിക്കുലർ മാസ് MBയുടെ കേസിൽ എഴുതണം. ഡിനോമിനേറ്റർ 2 സെയിം ആവാം, നമുക്ക് ആഡ് ചെയ്യുമല്ലോ ടോട്ടല്. അപ്പോൾ ബിയുടെ കേസ് നമ്പർ ഓഫ് മോൾസ് = MB/MB തന്നെ. ഇത് സ്മോൾ, ഇത് ക്യാപിറ്റലും ഇത് സ്മോൾ ആട്ടാ, അത് മനസ്സിലാക്കണം. ഇത് മോളാർ മാസ്, ഇത് ഗിവൺ മാസ്. അങ്ങനെ. അപ്പോൾ ടോട്ടൽ മാസ് നോക്കണമെങ്കിൽ M2 അല്ല, സോറി, MA ആണ്. MA/2MB പ്ലസ് MB/MB. ഇപ്പോൾ ഒരു ഇൻറ്റു 2/2 ചെയ്ത് കഴിഞ്ഞാൽ MA പ്ലസ് 2MB ഡിവൈഡ് ബൈ 2 സ്മോൾ MB. ഇതാണ് P ടോട്ടൽ. ഇനി പ്രഷർ ഓഫ് എ വേണം. പ്രഷർ ഓഫ് എ പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഇൻറ്റു ഇതാണ് സാധനം. ഇത് കോൺസ്റ്റന്റ് ആണ്, മാറില്ലല്ലോ. നമ്പർ ഓഫ് ഹോൾസിനായിട്ട് ഇതാക്കണമെങ്കിൽ ഗിവൺ മാസ് ബൈ എയുടെ ആണ്. അപ്പോൾ എയുടെ 2MB ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും കട്ട്. അപ്പോൾ ഈ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീതിച്ച് കൊടുക്കുക. അപ്പോൾ 1 + 2MB/MA കിട്ടി. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. 3 ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ്. ഒരാൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പഠിക്കേണ്ടത് തിന്നാണ്. അതാ തിന്നിൻ്റെ σ/2ε0. ഇതാണ് ഇത്. പിന്നെ ഇവിടെ സിഗ്മ പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ആണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇതവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സാധാരണ ഒരു സാധനം തരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്മ, ഇതിൻ്റെ സിഗ്മ, ഇതിൻ്റെ 2σ. പിന്നെ ഇവിടെ നടുക്കിൽ ഒരു സ്ഫിയർ ഉണ്ടെന്നാണ് പറയണത്. ഇത് D ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് D/2. അതൊക്കെ അവിടെക്കട്ടെ. ക്വസ്റ്റ്യൻ പറയണത് എന്താ? ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ഉള്ളിൽ കൂടി റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ ഉള്ളിൽ കൂടിയും പോണ ഇലക്ട്രിക് ഫീൽഡിൻ്റെ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വ്യത്യാസം എന്താണ്? ഏതാ കൂടുതൽ ഏതാ കുറവ് നോക്കണം. അപ്പോൾ ഇതിൽ കൂടെ പോണത് ഏതൊക്കെയാണ്? നമുക്ക് റൈറ്റിക്ക് പോസിറ്റീവ്, ലെഫ്റ്റിക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇത് ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. നടുക്കത്തെ ഇങ്ങോട്ടും കൊടുക്കും, അങ്ങോട്ടും കൊടുക്കും. ഇതും അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഈ ലെഫ്റ്റിൽ കൂടെ പോണത് ഇതാണ്. ഇതിന് E1 + E2 + E3 ആണ് വേണ്ടത്. അപ്പോൾ ഫ്ലക്സ് ലെഫ്റ്റ് നമുക്ക് നോക്കാം. E1 എന്താ വരിക? σ/2ε0. അത് പോസിറ്റീവാണ്, ഇങ്ങോട്ട് കൊടുക്കണം. E2 ലെഫ്റ്റിക്കാണ്, മൈനസ് ആട്ടോ, σ/2ε0. ഇതും മൈനസ് ആണ്. ഇത് 2σ/2ε0. മൈനസും 2 കട്ടായി പോയി. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇതും കട്ടായി പോയി. അപ്പോൾ ഫ്ലക്സ് ലെഫ്റ്റ് കൂടെ കിട്ടണത് എന്താ? -σ/ε0 ആണ്. അപ്പോൾ ഫ്ലക്സ് റൈറ്റിൽ നോക്കാം. റൈറ്റ് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോസിറ്റീവ് തന്നെ, σ/2ε0 പ്ലസ് നടുക്കത്തായിട്ടും റൈറ്റ് സൈഡിലേക്കാണ് പോണത്, σ/2
ടു എപ്സിലോൺ സീറോ മൈനസ് ഇതിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നത് 2 സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ. ഈ 2 കട്ടായി പോയി. ഇവിടെ ഡിനോമിനേറ്റർ സെയിം, അപ്പം മേലെ ആഡ് ആവും 2 സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ വന്നു ഇവിടെ. അപ്പോൾ ഈ 2 കട്ടായി പോയി. ഇവിടെ മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ സീറോയും വന്നു. അപ്പോൾ ഇത് 0 ആയി പോയി. ഇപ്പോൾ ഫ്ലക്സ് റൈറ്റ് ഈക്വൽ ടു 0, ഫ്ലക്സ് ലെഫ്റ്റ് ഈക്വൽ ടു ഇത്ര മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചത്. മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ ലെഫ്റ്റിലാണ് സംഗതി ഉള്ളത്, കാരണം ലെഫ്റ്റിലാണ് ഉള്ളത്. മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി. സംഭവം ഇവിടെ ഉള്ളത്, ഇവിടെ 0 അല്ലേ, ഇവിടെ എത്രയെങ്കിലും സംഭവം ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. എത്ര ഓപ്ഷൻ എ ആണ്. ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് എഫിഷ്യൻസിയുടെ ആണ്. നെറ്റ് എഫിഷ്യൻസി കണ്ടെത്തുന്നത് സംഭവം സിമ്പിളാണ്, ഞാൻ പറഞ്ഞില്ല. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. ഇപ്പോൾ N1 കേസ് എടുക്കുക. 1 മൈനസ് N1 എന്താ, ഹീറ്റ് റിലീസ് ചെയ്തത് Q2, അബ്സോർബ് ചെയ്തത് Q1, അത് നടക്കട്ടെ. N2 എന്താ, ഹീറ്റ് റിലീസ് ചെയ്തത് Q3, വലിച്ചെടുത്തത് Q2, ഇവൻ പുറത്ത് വിട്ടതാണ് Q2, അതാണ് N2 കിട്ടിയത്, അബ്സോർബ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നെറ്റ് എഫിഷ്യൻസി വേണം. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് Q3 ബൈ Q1. നെറ്റ് ഏറ്റവും അവസാനം എനർജി റിലീസ് ചെയ്തത് Q3 അല്ലേ, നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്തത് എന്താ, Q1. അപ്പോൾ ഇതാണ് നെറ്റ് വേസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ 1 മൈനസ് ഈ സംഗതി പോകണം. അപ്പോൾ നമ്മൾ Q1 എന്ത് വേണം, Q1 ഈ ടേം ഫുൾ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ Q2 ബൈ Q1 ഈക്വൽ ടു 1 മൈനസ് N1. അപ്പോൾ Q1 ഇത് താഴ്ത്തി പോവുക, Q2 ബൈ 1 മൈനസ് N1. ഇതാണ് Q1. ഈ സംഗതി ഇവിടെ കൊണ്ട് എഴുതുക. അപ്പോൾ 1 മൈനസ് Q3 ബൈ Q2 ഇപ്പോൾ ഈ അടിക്കുള്ളത് മേലേക്ക് പോകും, 1 മൈനസ് N1. ഇനി എന്താണ് Q3, അത് ഇവിടെ അതുപോലെ തന്നെ എഴുതുക. ഈ ടേം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ Q3 ബൈ Q2 ഈക്വൽ ടു 1 മൈനസ് N2. Q3നെ Q2 അങ്ങോട്ട് കൊടുക്കുക, ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇൻറ്റു Q2 വരും. എന്നിട്ട് ഈ ടേം ഫുള്ള് ഇവിടെ എഴുതുക, Q3യുടെ അവിടെ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ 1 മൈനസ് Q2 ഇൻറ്റു 1 മൈനസ് N2 1 മൈനസ് N1 ബൈ Q2. ഇതും കട്ടായി പോയി. ഇനി ഇത് സോൾവ് ചെയ്യുക, 1 മൈനസ് 1 തന്നെ വരും, മൈനസ് N1 മൈനസ് N2 പ്ലസ് N1 N2. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതും കട്ടായി പോയി, മൈനസ് ഉള്ളിൽ കയറിയപ്പോൾ N1 പ്ലസ് N2 മൈനസ് N1 N2. ഇതാണ് നെറ്റ് എഫിഷ്യൻസി. ഏതാണ്, ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ചിലപ്പോൾ വ്യക്തമെന്ന് വിചാരിക്കുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ സഹകരിക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ.